ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 75 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുന്നു. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകും. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ഉയർച്ചയെ ആഗ്രഹിക്കുന്നവരാണ്. ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഏറെ കഠിനാധ്വാനികളായി തങ്ങളുടെ ഭൗതിക ആത്മിക സാഹചര്യങ്ങളിലൊക്കെയും എങ്ങനെയെങ്കിലും ഉയർച്ച പ്രാപിപ്പാൻ പരിശ്രമങ്ങൾ നടത്തുന്ന മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഇപ്രകാരം പറയുന്നു, താൻ ന്യായാധിപതിയാകുന്നു. ദൈവം ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യും. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും പറയുവാൻ കഴിയും, എൻ്റെ ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ ആശ്രയിക്കുന്ന ആശ്രയം എന്തുമാകട്ടെ, അത് മാനുഷികമാകട്ടെ, ഈ ലോകത്തിലെ സമ്പത്തിലോ ജ്ഞാനത്തിലോ തങ്ങളുടെ അധ്വാനം കൊണ്ട് നേടിയ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലോ പേരുകളിലോ ആകട്ടെ, ആ വസ്തുതകൾക്കൊന്നും ഒരു ഉയർച്ച മനുഷ്യന് വേണ്ട നിലയിൽ വരുത്തുവാൻ കഴിയുകയില്ല. താൽക്കാലികമായ ഒരു ഉയർച്ച പ്രാപിച്ചു എന്ന് വരാം, പക്ഷെ ഒന്നും ശാശ്വതമല്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് പറയുവാൻ കഴിയും, ദൈവം ഒരുവനെ ഉയർത്തിയാൽ ആർക്കും ആ വ്യക്തിയെ താഴ്ത്തുവാനായിട്ട് കഴിയുകയില്ല. വേദപുസ്തക താളുകളിൽ അനവധി ഉദാഹരണങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം അനവധി ജീവിതങ്ങളെ തങ്ങളുടെ ആയുസ്സിൽ ഉയർത്തിയ അനുഭവങ്ങളെ കാണുവാൻ കഴിയും. യോസഫിനെ കുണ്ടറയിൽ നിന്നും മിസ്രയീമിലെ സ്ഥാനമാനങ്ങൾ നൽകി ഉയർത്തിയ ദൈവത്തെ കാണാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ ക്രൂശിലെ മരണത്തോളം താഴ്ത്തി എന്നുള്ളതുകൊണ്ട് ദൈവം യേശു കർത്താവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഏറ്റവും വലിയ നാമം യേശു കർത്താവിന് നൽകി. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ദൈവം തൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും ആത്മീകമായും ഭൗതികമായും ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ, അത് ഏത് നിലവാരത്തിലാകട്ടെ, അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയാതെ, ഒരു ഉയർച്ച പ്രാപിപ്പാൻ കഴിയാതെ തകർന്ന മനസ്സും ഞെരുങ്ങിയ അനുഭവമാണെങ്കിൽ, ദൈവകരങ്ങൾ നിങ്ങൾ താന്നിരിക്കുന്നുവെങ്കിൽ, കർത്താവിന് പ്രവർത്തിക്കേണ്ട സമയം വരെയും നിങ്ങൾ ക്ഷമയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാകും. എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം വായിപ്പാൻ കഴിയുന്നു, പ്രവാസത്തിലായിരുന്ന യഹൂദജനത്തിന്റെ വിടുതലിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മൊർദെഖായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവിടെ ബാബിലോൺ പ്രവാസത്തിൽ കൊണ്ടുപോയ പ്രിയപ്പെട്ടവർ തുടർന്ന് അഹശ്വേരോശ് രാജാവിന്റെ മേധാവിത്വത്തിന് കീഴിലായി തീരുകയാണ്. അവിടെ നിന്നും പുറത്തു വരുവാനുള്ള പദ്ധതികൾക്കായി മൊർദെഖായി അക്ഷീണം പരിശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ വളർത്തുപുത്രിയായ എസ്തേറിനെ താൻ അതിനായി ദൈവനാമമഹത്വത്തിനായി സകല യഹൂദന്റെയും വിടുതലിനായി ദൈവപ്രകാരം
രാജകൊട്ടാരത്തിൽ ആക്കി തീർക്കുകയാണ്. രാജാവിന് ബോധിച്ച ഒരു യുവതിയായി സ്വർഗത്തിലെ ദൈവം എസ്തേറിനെ ഉയർത്തിയ അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രവാസത്തിൽ തൻ്റെ വളർത്തച്ഛൻ്റെ ഭവനത്തിലായിരുന്ന അവൾ അടുത്ത ഘട്ടത്തിൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അന്തപുരത്തിൽ ശുദ്ധീകരണ സമയം 12 മാസം ചെലവിടുകയാണ്. അതിനുശേഷം രാജാവിന് ബോധിച്ചതുകൊണ്ട് അവളെ രാജ്ഞിയായി വാഴിക്കും. എന്നാൽ പ്രവാസത്തിലെ തൻ്റെ ചെറിയ ഭവനത്തിൽ നിന്നും അന്തപുരത്തിലുള്ള അശുദ്ധീകരണ സമയം മൊർദെഖായി പറഞ്ഞതുപോലെ തൻ്റെ കുലമോ ജാതിയോ ഒന്നും രാജാവിനോട് പറയാതെ, ഉത്തരവാദിത്വപ്പെട്ടവരോട് അറിയിക്കാതെ, മൊർദെഖായി എന്തു പറഞ്ഞുവോ അതനുസരിച്ചുകൊണ്ട്, തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്താതെ, തൻ്റെ ആദരങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് വളരെ താഴ്മയോടെ സൗമ്യതയോടെ എസ്തേർ അവിടെ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ശുദ്ധീകരണ കാലഘട്ടമാണ്. നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിനമുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ നാം ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ പിറുപിറുക്കാതെ നമ്മുടെ ആദരങ്ങളെ കാത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും വേർപാടിലും സൂക്ഷിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ദൈവം അത് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഈ ഭൂമിയിൽ ശിഷ്ടായുസ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ അത് പല നിലയിൽ ശുദ്ധീകരണ കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. ഒരു പക്ഷേ അഗ്നിയുടെ ശോധനയായിരിക്കാം, മരണത്തിന്റെ താഴ്വരയായിരിക്കാം, കൂരിരുളിന്റെ താഴ്വരയായിരിക്കാം. അതിന്റെ മധ്യയൊന്നും പിറുപിറുക്കാതെ ഈ ക്രിസ്തീയ മരുഭൂമി യാത്ര പ്രതിസന്ധികൾ നിറഞ്ഞതിന്റെ മധ്യേ ദൈവത്തോട് ചേർന്ന് നടപ്പാൻ കഴിയുന്നുവെങ്കിൽ, താഴ്മയുള്ളവനായി പിറുപിറുക്കാതെ സൗമ്യതയുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി നാം ക്ഷമയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, തീർച്ചയായും ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണെന്ന് എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ, അതിൻ്റെ മധ്യേ നിങ്ങൾ തളർന്നു പോകാതെ, നശിച്ചു പോകാതെ, ദൈവസന്നിധിയിൽ നിങ്ങൾ ആശ്രമിക്കുന്നുവെങ്കിൽ, ക്ഷമയോടെ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, തക്ക സമയത്ത് ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ സമയത്തിനായി ഞാൻ ശ്രദ്ധയോടെ, ക്ഷമയോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.